എവ്രിവൺ. ഞങ്ങൾ ഇന്ന് സെയിൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുകയാണ്. ഇവിടെയാണ് ഇണങ്ങിയും പിണങ്ങിയും ആടിയും പാടിയും ജീവിതത്തിൻ്റെ 10-12 വർഷക്കാലം ചിലവഴിച്ചത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ 150th ആനുവൽ ഡേ പ്രമാണിച്ച് ഒരു ക്ലാസ് റൂം റീക്രിയേഷനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. സോ ഞങ്ങളെല്ലാവരും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ പെർഫോം ചെയ്തിരുന്ന, അതായത് സ്കൂളിൽ പെർഫോം ചെയ്തിരുന്ന ഒരു തിരുവാതിര കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 9th 10th ഒക്കെ ഞങ്ങൾക്കൊരു തിരുവാതിര ടീം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ തിരുവാതിര കൂടെ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. സെയിം തിരുവാതിര, സെയിം സോങ്, സെയിം സ്റ്റെപ്സ്. ഓക്കെ, സംഘടിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. അതിന്റെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് സോണിക്കാണ് കൊടുക്കുന്നത്. ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത ഒരു സമയത്ത്, അതായത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് എപ്പോഴും സോണി പേര് നോക്കി, അതിന്റെ അടിയിൽ പേര് നോക്കിയാൽ സോണി. പിന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സെയിൻറ്റ് ജോസഫ് കോൺവെന്റ്, എനിക്ക് പെട്ടെന്ന് നമ്മുടെ സോണിയത്തിന് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ അതിനകത്തൊരു മെസ്സേജ് ഇട്ട്, ഇത് 10th ലീഡുണ്ടായിരുന്ന സോണിയാണോ, സോണിയാണെങ്കിൽ എന്റെ നമ്പർ ഇതാണ്, തീർച്ചയായിട്ടും വിളിക്കണമെന്ന്. അങ്ങനെ സോണി എന്നെ വിളിച്ചു. സോണി വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നോട് കുറച്ച് സംസാരിച്ച്, അപ്പോഴാണ് നമ്മളിങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്കവിടെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ സോണിക്ക് ഓൾറെഡി 2-3 പേരുടെയൊക്കെ കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ച ആയപ്പോഴത്തേക്ക് ഒരു 10-30 പേര് നമ്മളായി കഴിഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പ് മാനേജ് ചെയ്യണം, ഗ്രൂപ്പിന്റെ അഡ്മിൻ ആവണം. അപ്പൊ ഞാൻ പറഞ്ഞു സോണി അത് ഒരിക്കലും നടക്കില്ല. എന്റെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്, ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോയി എൻ്റെ അതായത് B.Ed കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഈ സ്കൂളിലാണ്. അപ്പോൾ ഞാൻ ഇന്റർവ്യൂവിൽ വരുന്ന ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. കാര്യം നമ്മൾ സ്റ്റാഫ് റൂമിൽ പറഞ്ഞാൽ നമ്മൾ കയറില്ല, നമ്മുടെ സ്റ്റാഫ് റൂമിൽ അത്രയ്ക്കും ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് നമ്മുടെ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതേ സ്റ്റാഫ് റൂമിൽ ഞാനപ്പം ഇന്റർവ്യൂവിൽ വരുമ്പം സുന്ദര മിസ്, രാജീവ് മിസ്, വിജയകുമാരി മിസ്സൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചാണ് നിൽക്കുന്നത് സ്റ്റാഫ് റൂമിൻ്റെ വെളിയിൽ വന്നിട്ടേ. എന്നിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന്. അങ്ങനെ ആ ഒരു സപ്പോർട്ടായിരിക്കാം. ഞാൻ ഇന്റർവ്യൂ 3-4 പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇന്റർവ്യൂവിന്. ലീവിലേക്ക് ചേർന്നു.
10-ന് എനിക്ക് അവിടെ അപ്പോയിൻമെന്റ് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് അവരോട് എങ്ങനെ പറയണം, അത്രയ്ക്ക് ഭയങ്കര പ്രിഫറൻസ് ആയിരുന്നു. ഇവരൊക്കെ എന്നില്ല, അതൊക്കെ അവരുടെ സ്വന്തം കുഞ്ഞ് ആ ഒരു രീതിയിലാണ് എന്നെ കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് സിസ്റ്ററിന് എനിക്ക് എൻ്റെ അച്ഛനും ഞാനും കൂടി ഇരിക്കുമ്പോൾ സിസ്റ്റർ തന്ന ഒരു ഉപദേശം ഈ നിമിഷം വരെയും അതൊക്കെ ഞാൻ നെഞ്ചിലേക്ക് നടത്തുന്നുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയായിരുന്നു. ഇതൊക്കെ ഇന്നും ഞാൻ അത് കാണിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് തന്നെ 100% ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ജീവിതം. നിങ്ങൾ ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ജോലി ഒഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ദുഃഖങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ കാട്ടി വേറെ ആർക്കും പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഈ ഗ്രൂപ്പ് തുടങ്ങും, ബാക്കി എല്ലാവരും ഒന്ന് ജോയിന്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട എല്ലാവരും പറയുന്നത്. സ്കൂളിൽ പിള്ളേർ ഓട്ടോമോട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ട് ഞാൻ പറയില്ല, ഞങ്ങളുടെ പിള്ളേരുടെ സ്പെഷ്യൽ ട്രിക്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാ പിള്ളേരെന്നെ അവർ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരത് പറയും, ഞാൻ നമ്മുടെ സ്കൂളിൽ പോകാറുണ്ടോ, പിള്ളേരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. ആദ്യം എനിക്കത് പറയാൻ ഭയങ്കര സന്തോഷം. ക്ലാസ് കഴിക്കണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് പിടിക്കുന്നത് ചോറ് പ്ലേറ്റ് അതൊക്കെ എടുത്തിട്ട് ബാക്കി കണ്ടിക്കാനായിട്ട് ഇഷ്ടം. അതൊന്നും നടക്കുന്നില്ല. ഇപ്പം എനിക്ക് നേരത്തെ പോകണം, അതുകൊണ്ട് പോവുക. പിന്നെ എല്ലാവരും സുന്ദരികൾ, എല്ലാവരുടെയും സൗന്ദര്യം അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. നാട്ടിൽ വെക്കേഷൻ വന്ന മക്കൾ 2 നാട്ടിൽ പഠിക്കുന്നു. മോള് MBBS 4th ഇയർ, മോന് +2 പഠിക്കുന്നു. അപ്പം ക്രിസ്മസ് വെക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വന്നത്. അപ്പം നമ്മുടെ ഗെറ്റ് ടുഗദറോടെ കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്നോർത്ത് വെയിറ്റ് ചെയ്തു. റിസ്ക് എടുത്താണ് വന്നത്. കാരണം ഒത്തിരി പ്രശ്നങ്ങളും നമ്മളെയൊക്കെ ഏൽപ്പിച്ചിട്ടൊക്കെ വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും വന്ന് നിങ്ങളുടെ ഒന്നും സന്തോഷമല്ല എൻ്റെ സന്തോഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സന്തോഷം വേറൊരു സന്തോഷമാണ്. ഒരു കൾച്ചർ എന്നാണ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ പേര് മാറ്റും. അങ്ങനെ ഇട്ട പേര് എൻ്റെ ശ്രീന എന്നാണ്. എൻ്റെ എന്നെ കല്യാണം കഴിച്ചേക്കുന്ന കൊച്ചിയിലാണ്. അവിടെ വന്നിട്ട് ഹിന്ദു ആരെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ആരും അറിയത്തില്ല. ശ്രീന എന്ന് പറഞ്ഞാലേ ശ്രീന അങ്ങനെ പറഞ്ഞാലേ അവിടെ അറിയുള്ളൂ. ഞങ്ങളുടെ ഇവിടുത്തെ കൾച്ചറേ അല്ല അവിടെ. ഞങ്ങൾ GSP ബ്രാഹ്മിൻസ് ആണ്.
അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൾച്ചറിൽ നിന്ന് എനിക്ക് ഇവിടുത്തെ കൾച്ചറിൽ നിന്ന് എനിക്ക് കുറേ പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഹാപ്പിയാണ്. സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് ഗൾഫിൽ അല്ലേ? സുന്ദരമെന്റെ മലയാളം മുത്തുപവിഴങ്ങൾ കോർത്തൊരു പൊരിച്ചൊന്നൂൽ പോലെ. എത്ര സുന്ദരമെന്റെ മലയാളം മുത്തുപവിഴങ്ങൾ കോർത്തൊരു പൊന്നൂൽ പോലെ. കല്യാണം കഴിച്ചത് എല്ലാവരും കൊല്ലത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നും എവിടെ പോയാലും എൻ്റെ മോളും ഇവിടെ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ എനിക്ക് 3 കുട്ടികളാണ്. ഹസ്ബൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മക്കൾ 3 പേരുണ്ട്. മൂത്ത ആള് ഇവിടെ നിന്ന് കണ്ടില്ലേ. ദേവിലാസം അറിയാലോ എല്ലാവർക്കും. ഞാൻ കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ലൈബ്രറിയനാണ്. എനിക്ക് 2 മക്കൾ. മൂത്തയാൾ അവിടെ തന്നെ ബിടെക് കഴിഞ്ഞു, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അയാളിപ്പോൾ ദുബായിൽ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. ഇളയാൾ മോനാണ്. ഇപ്പോൾ BBA കഴിഞ്ഞിട്ട് ഇപ്പം ജർമ്മനൊക്കെ പഠിച്ച് ഹസ്ബൻഡ് ഷോപ്പാണ് അവിടെ. പിന്നെ പുലമൺ ജംഗ്ഷനിൽ മക്കളും മാരേജ് കഴിഞ്ഞ് ഇതാ ഷോപ്പിൽ